പയ്യന്നൂരിൽ വൻ സ്പിരിറ്റ് വേട്ട. 7000 ലിറ്റർ സ്പിരിറ്റാണ് പിടികൂടിയത്. സംഭവത്തിൽ ലോറി ഡ്രൈവർ അഖിലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഓണക്കാലത്തോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് സ്പിരിറ്റ് ലോറി പിടികൂടിയത്. CK വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. CK വിജയൻ, ഗുഡ് മോർണിംഗ്. ഓണക്കാലം അടുപ്പിച്ച തൂഫാൻ വീശിയടിക്കുകയാണോ? എന്താണ് സംഭവം? അതെ മോത്തി, ഒരു ഭാഗത്ത് കഞ്ചാവ് ഉൾപ്പെടെ MDMA ഉൾപ്പെടെയുള്ള മയക്കുമരുന്നും പിടികൂടുന്നു. മറുഭാഗത്ത് ഇപ്പോൾ ഓണം സ്പെഷ്യൽ ഡ്രൈവിൻ്റെ ഭാഗമായി സ്പിരിറ്റ് ഉൾപ്പെടെയുള്ള ലഹരി നിർമ്മിത വസ്തുക്കളും പിടികൂടുന്നു. ഏതായാലും ഇന്ന് പുലർച്ചെ 1 മണിയോടുകൂടി ഈ പയ്യന്നൂർ പെരുമ്പ ദേശീയപാതയിൽ വെച്ചാണ് ഒരു പ്രത്യേക വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് സംഘം ലോറി തടഞ്ഞ് പരിശോധിച്ചപ്പോഴാണ് 200 കന്നാസുകൾ 35 ലിറ്ററിൻ്റെ 200 കന്നാസുകളിലായി ഏതാണ്ട് 7000-ഓളം ലിറ്റർ സ്പിരിറ്റ് പിടികൂടിയത്. ഇത് കർണാടകത്തിൽ നിന്നും ഉൽപ്പാദിപ്പിച്ച് കേരളത്തിലേക്ക് ഏതാണ്ട് കൊച്ചി കേന്ദ്രീകരിച്ച് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഒരുങ്ങിയതാണ്. അങ്ങനെ വരുമ്പോഴാണ് ഈ വിവരം എക്സൈസിന് ലഭിക്കുകയും തുടർന്ന് പരിശോധന നടത്തുകയും ചെയ്തത്. ഏതായാലും ഇതിൻ്റെ ഡ്രൈവർ ഉൾപ്പെടെയുള്ള സംഘത്തിലെ അംഗങ്ങളെ എക്സൈസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. തുടർ നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കും. ഈ നെറ്റ്വർക്കിൽ മറ്റ് ആൾക്കാർ കൂടി ബന്ധപ്പെട്ടിട്ടുണ്ടോ, വേറെയും സംഘങ്ങളുണ്ടോ എന്ന കാര്യം പരിശോധിക്കുകയും ചെയ്യും. ഏതായാലും വലിയൊരു വേട്ടയാണ്. 7000 ലിറ്റർ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ അത് വ്യാജമദ്യം നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് ആ സ്പിരിറ്റ് ഉപയോഗിക്കുന്നത്. അതിനുവേണ്ടിയാണ് ആലുവ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ കൊച്ചി കേന്ദ്രീകരിച്ച് ഈ സംഘം ഇത്തരത്തിൽ കടത്ത് നടത്തിയത് എന്നാണ് എക്സൈസ് ലഭിച്ച പ്രാഥമികമായ വിവരം. ശരി, CK വിജയനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും സ്പെഷ്യൽ ഡ്രൈവിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ വലിയൊരു സ്പിരിറ്റ് വേട്ട ഉണ്ടായത്. വ്യാജമദ്യ നിർമ്മാണത്തിനായി കൊണ്ടുപോയ 7000 ലിറ്റർ സ്പിരിറ്റാണ് പിടികൂടിയത്. വിവരങ്ങൾ പങ്കുവച്ച CK വിജയന് നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.